ലിസ്റ്റ് ചെയ്യാനുണ്ട്. നീയാണോ ലിസ്റ്റ് ഇടുന്നേ? അല്ലല്ല അല്ലല്ല എടാ പറയുന്നേക്ക് പ്രീവാറും വാറും കഴിഞ്ഞിട്ട് എല്ലാരും ഇവിടെ കാണണേ. മീറ്റിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ വാറിനെടുത്തില്ലേ ഇറങ്ങും. ഇറങ്ങിയോ ജോക്കി അവിടെ നിൽക്കാൻ നീ ഇവിടെ ഞാനിവിടെ നിക്കുന്നില്ലേ? എന്താടാ കേട്ടില്ല. എനിക്ക് വിഷമം ബുള്ളറ്റ് ഓടിക്കാണോ? ബുള്ളറ്റ് ഓടിക്കാം. വാ വാ എത്ര വേണം? നിനക്ക് കഴിവില്ലാത്തോണ്ട് എനിക്ക് ബാങ്കിൽ പോണം. എന്തോടാ പ്രീവാർ കയറി വിഷമമെങ്കിൽ വിഷമമായിക്കോളാം. ഞാൻ ഇനി പറയാതെ തന്നെ ഞാൻ ലൈനപ്പിടത്തില്ല തന്നെ. എവിടെ ഉണ്ട്? ഇല്ല റാപ്പ് ഒരു സിമ്പിളും ഇല്ല. ഇവിടെ എവിടെ ഉണ്ട്? എന്റെ അടുത്ത് അഡ്മിനാ പറഞ്ഞു. അല്ല ദൈവം പറഞ്ഞു. ഇവിടെ എവിടെ ഒരു കീയുടെ സിമ്പിൾ ഉണ്ട്. പഴയ കണ്ണനല്ല കേട്ടോ. മാറ്റോണ്ടേ ദർശു എവിടെ? എനിക്ക് 2-3 ദിവസം ചിലപ്പോ വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ ജോക്കി വന്നിട്ടുണ്ട് കേട്ടാ. ജോക്കി ഉള്ളതുകൊണ്ടേ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ജോക്കിയുടെ ഈ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ല. പെണ്ണ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാ. ഒരു പെണ്ണ് സെറ്റാക്കി കൊടുത്താ പോരെ? അങ്ങനെ മുരടെ സ്വഭാവത്തിന് ആരും സെറ്റ് ആവുന്നില്ല. സിറ്റിയിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്. ആരെയൊക്കെ സെറ്റാക്കി കൊടുക്കാം. ഇല്ല അങ്ങനെ മുരടെ സ്വഭാവത്തിന് ഒരാളും സെറ്റ് ആവൂല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇന്നാണെങ്കിൽ ഒരു പ്രീവാറും ഉണ്ട്. പിന്നെ ഇന്ന് അപ്പാപ്പന്റെ ബർത്ത്ഡേ അല്ലേ. അയ്യോ ബർത്ത്ഡേക്ക് വന്നിട്ട് നമ്മളെയൊന്നും വിളിക്കുന്നില്ല. വിളിക്കും എല്ലാരും വിളിക്കും. ഞങ്ങൾ ആദ്യം വാറൊന്ന് ഡീലാക്കിയിട്ട് വരാന്ന് വിചാരിച്ചാ. ഓക്കെ ഏട്ടാ പോയിട്ട് വാ. സൂക്ഷിക്കണം. ഹെൽത്ത് ഒക്കെ നോക്കണം. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവരെല്ലാരും കൂടെ സമരം നടത്താനുള്ള പരിപാടിയാണ്. അവർക്ക് അവരുടെ ബോയ് ഫ്രണ്ട്സിനെ വേണത്. ജോക്കി വന്നതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആരെയും വിടുന്നില്ലല്ലേ? സമരമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അങ്ങേരെ അടിച്ചു ഭിത്തിയാക്കിട്ട് തരും. ഞാൻ പറഞ്ഞത് പറയല്ലേ? ഇല്ല പറയത്തില്ല. ഓക്കെ എന്നാ പോയി ചേച്ചിട്ട് വരും. ഓക്കെ ഇനിയിപ്പോ ഗ്യാങ് പെൺപിള്ളേരെ കയറ്റിയത് ഇപ്പൊ അണ്ണനും ആയല്ലോ. ഞാൻ ഇവിടെ പെണ്ണിനെ കയറ്റിയായിരുന്നോ? നീ കണ്ടാ അത് കയറ്റുന്നേ? നമ്മളിങ്ങനെ പറഞ്ഞ അണ്ണന് പെണ്ണൊക്കെ ആയി. എനിക്ക് പെണ്ണൊന്നും ആയില്ല. എന്താ പെണ്ണ? ഒരു പെങ്കൊച്ചിനെ വിളിച്ച് സംസാരിച്ച എനിക്ക് പെണ്ണായെന്നാണോ അർത്ഥം? അതായിരുന്നു അണ്ണാ. സോറി. ഓരോ സദാചാര ഫ്രണ്ടുകള്. ഇവനെന്താ ഈ കയ്യില് മൊറൊക്കെ ആയിട്ട് മണി എടുത്തരാ. വാ അണ്ണന്റെ മണിയാ എടുത്തിട്ട്. താല്പര്യമില്ല. പിന്നെ ഞാൻ നിന്റെ പി ആർ അച്ചുകൾ ഇവിടെ വന്ന് സ്പാം ചെയ്താൽ ഞാൻ കൂറിക്കെട്ടി എറിയത്തേ ഉള്ളൂ. നിന്നെ ലൈനപ്പിൽ ഇടത്തില്ല. എത്ര പേര് പറയുന്നു നിന്നെ എത്ര പേര് കേട്ടാൻ പറയുന്നു അതിനനുസരിച്ച് ഞാൻ ഇടാതിരിക്കും. ജോക്കി ഇപ്പൊ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അമ്മാരോട് പറ റെഡിയാണ്. ഇപ്പൊ ആറ് വിളിച്ചാൽ കളിക്കാന്ന് പറ. അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറ. നമുക്കിത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് അത്ര ബുദ്ധിമുട്ടിരിക്കുമല്ലോ. അമ്മാര് വേണേ വരട്ടെ. കണ്ണാപ്പിനെ കേട്ടാ ഇവിടെ ചാറ്റ് അമ്മാരൊന്നും ചോദിച്ചു പോലും ഇല്ലടാ. ഒന്നും പ്രശ്നമൊന്നുമില്ല. വീണ്ടും
എടാ അയ്യോ നിന്നെ കേട്ടില്ല എന്താ പറഞ്ഞ കേട്ടില്ല സൗണ്ട് കേട്ടില്ല. അണ്ണൂന്റെ എതിരെ കുറെ പ്ലാൻ ഇടുന്നു കുറെ ആൾക്കാർ കേട്ടോ. ഞാൻ അറിഞ്ഞ് സമരം നടത്താൻ പോവാന്ന്. സമരം നടത്തി അണ്ണൂനെ കുരുവിയായിട്ട് സെറ്റ് ആക്കാൻ വരെ പോവാന്നണ്ണ. എന്തോ കേട്ടില്ല. കുരുവിയില്ലേ അന്താരത്തിന്റെ മോൾ അതിനെ അണ്ണുമായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി നടക്കുക. അണ്ണൂന് ഞാൻ മരുമോനെ വിളിക്കുന്ന ആലോചിച്ചേക്ക്. അണ്ണു നിന്നെ അച്ഛാൻ വിളിക്കുന്ന ആലോചിച്ചോക്കെ. ഹലോ അവര് 5 മിനിറ്റ് റെഡി ആവുമെന്ന് പറഞ്ഞാ ജോക്ക് നിന്റെ അമ്മായിച്ചാണ് വിളിക്കുന്നത് ആലോചിച്ചു. ഇല്ലടാ കുരുവിയൊന്നും ഒരിക്കലും സെറ്റ് ആവില്ലടാ ജോക്കിയായിട്ട്. പക്ഷെ എല്ലാ പെണ്ണുങ്ങളോട് പ്ലാൻ ഇടുന്നുണ്ട് ഇങ്ങനെ സെറ്റ് ആക്കാൻ. എടാ മന്ദാരം എന്റെ ഇത് സ്റ്റക്കായി വരുന്നടാ. ഞാൻ എന്ത് ഗെയിം എനിക്ക് കൊണ്ടാണ് ഇത് എന്താ ഇങ്ങനെ എടാ നോക്ക് 190 FPS നേരെ 55 20 നമുക്ക് പോണടാ. 1650 മതി കേട്ടോ. നീ 6050 കളിക്കുന്നതെന്ന് പറയല്ല എന്നോട്. ആണ് ഞാൻ 1650 അടിക്കുന്നത്. 6050 ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 18 വയസ്സ് എന്തോ ഉള്ളു. ഇപ്പൊ എനിക്ക് 22 വയസ്സായി. ഞാനിപ്പോഴും അതിലടിക്കുന്നത്. എടാ എത്ര രൂപ വേണ്ടേ? എടാ അവിടെ ഷർദിലുണ്ടാ തന്നെ വീഴുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ളത്. അത് കണ്ടാ അണ്ണ കുറച്ച് ഫണ്ട് തന്നെ ഞാൻ മറ്റേ നമ്മുടെ ഇതിലിടാം, ജോയിന്റ് അക്കൗണ്ടിലിടാം. അല്ല എത്ര രൂപ വേണ്ടെന്ന് പറ. 1 കോടി മതിയാവും ഇപ്പൊ അടിക്കും. 1 കോടി മതി. 1 കോടിയോ? ഹലോ വാസണ്ണ അവര് 5 മിനിറ്റ് റെഡി ആവുമെന്ന് പറഞ്ഞേ. പിന്നെ ചന്ദ്രന് ഒരു 100 കോടി എടുക്കാണ്ടാണ്. ഗ്യാങ് അക്കൗണ്ട് എന്തോ ചന്ദ്രന് 100 കോടി വൈറ്റ് കൊടുക്കാനുണ്ട്. എന്തിന്? അത് അന്ന് കൺസൈൻമെന്റിന് അത് അവനോട് പറഞ്ഞാൽ പമ്പിന്റെ ഷെയർ പ്രോഫിറ്റിൽ എനിക്കൊരു 100 കോടി രൂപ തരാനുണ്ട്. അതുമായിട്ടൊന്നും മാച്ച് ചെയ്താൽ പറഞ്ഞേക്കാം. 1 കോടിയല്ലേ? 1 കോടി മതിയാണ്. 100,000 10,000 ലാക്ക് 10 ലാക്ക് കുറവ്. അവിടേക്ക് സ്റ്റാക്ക് ഓഫ് ക്യാഷ് അല്ലേ അതന്നെ ഇത്? എടാ ഒരു 1 ലക്ഷം രൂപ കുറവുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. കിട്ടിയോ? 1 രൂപ കിട്ടിയോ? സെക്കൻഡ് 989999. ഓക്കെ കിട്ടിയില്ലേ? മൊത്തം കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ എനിക്കിത് വെച്ച് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. പ്രശ്നമുണ്ട്. ചക്ക പോണടാ ഇന്ന് എല്ലാ ഗെയിമും പബ്ജിയും വാലും എല്ലാം ഇങ്ങനെ തന്നെ ആവുക. എനിക്ക് 20,000 കോടി ഫൈൻ വരും. 20,000 കോടി ഈ സെർവറിൽ മൊത്തം 20,000 രൂപ കോടി. ഹലോ മൈൻഡ് ചെയ്യണം. ആശ്വാദം വാങ്ങിട്ട് പോലാ വാങ്ങ. ജോക്കിനായിട്ട് ആശ്വാദം വാങ്ങല്ല. അണ്ണാ പറഞ്ഞു ആരെന്നെ മനസ്സിലാക്കിയില്ലേലും അണ്ണൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു. ആരോട്? എല്ലാരോടും. സാറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോടല്ല പറഞ്ഞത്. നിനക്ക് പെണ്ണില്ലല്ലോ, നീ സിഗ്മയല്ലേ? ഞാൻ സിഗ്നയുള്ളൂ, അതുകൊണ്ടാണല്ലോ അണ്ണന്റെ അടുത്ത് പറയുന്നത്. അണ്ണൻ മാത്രമേ എന്നെ മനസ്സിലാക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അണ്ണൻ തന്നെ എന്നെ തള്ളി പറഞ്ഞല്ലോ അണ്ണ. ഞാനെങ്ങും ആരും തള്ളി പറഞ്ഞില്ല. സങ്കടമുണ്ട് അണ്ണ, സങ്കടമുണ്ട്. ഞാൻ എവിടെയാ നിന്നെ തള്ളി പറഞ്ഞത്? നീ എനിക്ക് അണ്ണൻ പറഞ്ഞില്ലേ? ബോബി നീ ഇത് കേക്കണം. ഇവൻ എല്ലാ ദിവസവും ഞാൻ എവിടെ വരുന്നോ അവിടെ വന്ന് എന്നെ കാണാൻ തുടങ്ങി. അത് ദിവസം ചെല്ലും തോറും എനിക്കൊരു പ്രതീക്ഷയായി മാറി. പിന്നീട് ഇവനെ കാണാത്തപ്പോ എനിക്ക് ഫ്രസ്ട്രേഷൻ ആയി തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയോട് പോലും ഇത്ര സ്നേഹം വന്നിട്ടില്ല. അണ്ണന് ഭാര്യയുണ്ട്? അങ്ങനല്ല, ഭാര്യയാവാൻ പോകുന്ന കുട്ടിയോട് പോലും. എണ്ണ സാഹചര്യങ്ങളാണ്. അത് പോട്ടെന്ന് വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം വന്ന് എനിക്കൊരു പ്രോമിസ് തന്ന് ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവുമെന്ന്.
ആ പറഞ്ഞ ദിവസം തൊട്ട് 2 ദിവസവും ഇവനില്ല. അണ്ണാ ഞാൻ അണ്ണന്റെ അടുത്ത് പ്രോമിസ് ഒന്നും പറഞ്ഞില്ലായിരുന്നു അണ്ണാ. എനിക്ക് വരാൻ പറ്റിയ സാഹചര്യം എന്താണേലും ഞാൻ വരും. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ മോബി എന്നോട് പറയാന്നേ, എനിക്ക് പുറത്തൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. അതാണ് സാഹചര്യം. എനിക്ക് പെണ്ണില്ല. മോശമായി പോയിട്ടല്ലേ ഞാൻ ഇനി ഏതാണ്, ഹിമാലയൻ ആണോ ക്ലാസിക് ആണോ? അവനാ കോമഡി കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടില്ല. എന്താ ബന്ധാനം? അല്ല ഹിമാലയൻ ആ ഓക്കെ ഓക്കെ. ഓ തോക്കിലിടുന്ന ലക്ഷ്യം. ഓക്കെ ഒരുപാട് ഡ്യൂറബിലിറ്റി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. നീ അതിൽ പോയിട്ടോ, ഞങ്ങൾ ഈ വണ്ടി തിരിച്ചു നോക്കോളാം. നിന്നോടല്ല അവനോടാ പറഞ്ഞത്. ഞാൻ ഇതിൽ വരാം. അണ്ണാ സുഖല്ലേ അണ്ണാ? ഓ എനിക്ക് സുഖം. എന്താണ് എന്നോടുള്ളത്? ഇപ്പോഴും ദേഷ്യമാണോ അണ്ണാ? പിന്നെ നീ എന്നെ കാമുകയാ. ഞാൻ പിന്നെ ഓരോ സെക്കൻഡ് നിനക്ക് കെട്ടിപ്പിടിച്ച് ചുമ്മാ സംസാരിക്കാൻ ഞാൻ നിന്നോട്. ഇല്ല അണ്ണാ, പെട്ടെന്ന് എന്തോ ഇവിടെ എത്തിയ അണ്ണാ. ഇനി തൊട്ട് ഞാൻ ഉണ്ടാകണ്ട എന്തുണ്ടേലും എന്റെ എനിക്ക് അനാവശ്യ പ്രോമിസുകൾ തരല്ലേ പ്ലീസ്. അണ്ണാ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അണ്ണാ. നെറ്റ് റീസ്റ്റാർട്ട് ആയി ഞാൻ കേറാന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എന്റെ ഹെഡ്ഫോണിന്റെ വോളിയം കട്ടായി. പീസ് റീസ്റ്റാർട്ട് അണ്ണാ 1590. എന്റെ എന്തോ പറ്റി. 1590 ഒക്കെ പോയി. 1590 ഒക്കെ അടിച്ചു പോയി. എന്തോ ഇതുണ്ട്. അപ്പാപ്പന്റെ അടുത്ത് ചോദിക്കണം. അപ്പാപ്പൻ എന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റുമോ? അങ്ങനെ ആൾക്കാരെ കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റത്തില്ലടാ. അതും ശരിയാണ്. ആമോ ഇല്ല അതും ഇല്ലെന്ന് പറഞ്ഞു. ഗ്രൈൻഡർ ഉണ്ടാക്കണോ ഇതൊക്കെ? ഓ ഗീളിങ്സ് ഗ്രൈൻഡ് ചെയ്ത് ബക്കല്. എവിടെ വെക്കി? നീ എവിടെ വെച്ചത്? ഉച്ചരിയാണല്ലേ. കൊള്ളണം മോനെ. നൈസ് വർക്ക്, നൈസ് വർക്ക്, നൈസ് വർക്ക്. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറണം. എന്നാ നമുക്ക് അടിക്കാൻ വാ. എല്ലാവർക്കും വണ്ടി എടുത്താൽ ഇറങ്ങിയാലോ? ഡ്യൂറബിലിറ്റി 99. ഒരു ഹാഫ് ഡ്യൂറബിലിറ്റി ഉള്ളൊരു തോക്ക് ഉണ്ട്. അത് വേളി കൊണ്ട് വെച്ചില്ല. ഹാഫ് ഡ്യൂറബിലിറ്റി കുഴപ്പമില്ല. അല്ലല്ല അത് എക്സ്ട്രാ ആയിരിക്കോ കയ്യിൽ, അത് കൊണ്ട് വെക്കാം. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോ? അതെ കണ്ണാപ്പി ഡിസേഴ്സ് ലീഡർ സ്ഥാനം. നീയും കണ്ണാപ്പിയും കൂടെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരിക്കും. അവനെ ലീഡർ ആക്കി, നീ കോ ലീഡർ ആവ്. എന്നിട്ട് എന്തുവാ വേറെ എന്തെങ്കിലും കെ അവന്റെ കണ്ണാപ്പിയുടെ കെ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലും പേരിട്ട് തുടങ്ങാം. മറ്റേ ഗ്രാസ് മാറ്റിയായിരുന്നോ? ഗ്രാസ് മാറ്റിയിട്ടില്ലടാ ഞാൻ. നല്ലതാ. ആ മാപ്പിൽ ഫുള്ള് ഗ്രാസാ, ഒന്നും കാണൂല. ഒരുപാട് സൂചിപ്പിക്കല്ലേ, ഞാൻ കളിച്ചോളാം. എന്തൊക്കെ കെയറിങ് ആണോ നോക്കിയാണ്. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ കെയറിങ് ഒക്കെ എവിടെ നിന്ന് വന്ന്. ഇത്രയും ദിവസം ഞാൻ വാർന്നു പോയിട്ട് ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാടുണ്ട്, മലയുണ്ട്, കുന്നുണ്ടെന്നൊന്നും. അണ്ണന്റെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇറങ്ങാൻ നേരത്ത് ഓർക്കണം, ഇറങ്ങാൻ നേരത്ത് ഓർക്കണം. കാരണം നമ്മൾ 22 പേര് റേഡിയോയിലുള്ളൂ. റേഡിയോ കേറാത്ത കണ്ണാപ്പി എന്തോ കത്തി പോയായിരുന്നു. ചന്ദ്രൻ വരുന്ന കൊള്ളാലോ. ഈ കീടത് നമ്മൾ അവിടെ പോയി ചെയ്താലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ മൂഞ്ചത്തില്ലേ പാപ്പാ? കീട അങ്ങനൊന്നുമില്ല. ഇത് തരോ ഹോട്ട്വെയർ പാടാണ്. അപ്പം വണ്ടിയെല്ലാം ആമൊക്കെ താഴെയാടാ, ഇവിടെ ഇല്ല. ഇല്ല താഴെ ഇല്ല. അപ്പൊ ഇല്ല അണ്ണാ മറ്റേ ബോർഡ് തരോ ഇതിന്റെ ഈ ലോക്കർ ഹാൻഡിൽ തന്നെ. ഞാൻ ഒന്നും എടുക്കൂല. ഏത് ബോസ് ലോക്കറോ? പറ്റത്തില്ലല്ലോടാ പൊട്ട.
എങ്ങനെ അത് വേണ്ട അണ്ണ തെറ്റിയിരിക്കുകയാണ്. ലീഡർ സ്ഥാനം നിനക്ക് തന്നേക്കും. നീ എടുത്തോ. അത് വേണ്ട അത് വേണ്ട അണ്ണാ, അത് വേണ്ട അത് വേണ്ട ഇല്ലല്ലോ, നീ എടുത്തോ. അത് വേണ്ട 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 നീ വെച്ചോടാ പ്ലീസടാ. നീ എടുത്തോ. അണ്ണാ ഓക്കെ താങ്ക് യു അണ്ണാ. ഓക്കെ അതിന് കേറിയിട്ട് ബോസ് ലോക്കർ ആക്സസ് ചെയ്തു. റോഡ് അപ്പാപ്പരോട് ഇടാൻ പറ. ഇടാൻ പറഞ്ഞു. എന്താണിത്? ഞാൻ എന്നെ ലീഡറാക്കി. അതെ റേഡിയോക്കകത്തെ റെഡി ആയിരുന്നു, വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് ചന്ദ്ര മേളില് ബോസ് ലോക്കറിന്റെ അവിടെ. എന്റെ ലോക്കറിലാ കണ്ടി ലോക്കർ എന്നല്ല പറഞ്ഞത്, മേളിലെ നമ്മുടെ ഈ ലീഡറിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലോക്കർ. ഇങ്ങോട്ട് വാ. നീ എന്താ താടി മുടിയൊക്കെ കുളത്തി? പോലീസ് പിടിക്കാൻ അതിന്റെ മക്കള് കൊന്നല്ലോ. അന്നാ ഇതെന്തിനു നിക്കറൊക്കെ ലീഡറാണ്. ഞാൻ ലീഡർ സ്ഥാനം എന്റെ ഹുഡിയെല്ലാം ഒരു മുച്ചരിക്ക് കൊടുത്തില്ല, മുച്ചരി ലീഡറാക്കി. എന്റെ തല ചൊടിച്ചു ചന്ദ്ര മുണ്ടാണ്ടൊക്കെ നിങ്ങൾക്ക് വാറുണ്ടല്ലേ ഇപ്പം? വാറുണ്ട് ചോക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാരും വിളിച്ച് ബാക്കി എല്ലാരും ഞാൻ ഇല്ലാതെ മീറ്റിംഗ് എന്തിനൂടെ പഞ്ചായത്ത് മെമ്പറാണോ കോളടിച്ചല്ലോ കൊച്ചു കള്ള. എന്ത് ഒന്നും അറിയാത്ത പോലെ. എന്താ കഷന്റെ നാളെ എനിക്ക് നാളെ വരുന്നു നിന്നെ കണ്ടിട്ടേ. അന്ന് എന്താ കാര്യം പറ. നിന്റെ കല്യാണം തേങ്ങ അന്നാന്ന് പോയണ്ണല്ലേ. ഇങ്ങോട്ട് വന്നേ. ഈ റൂം ഒരു മണിയറയാവുന്ന ആലോചിച്ച് നോക്കി. കട്ടില് പൊളിക്കും. ഞാൻ അപ്പുറത്തെ റൂമില്, നിങ്ങൾ ഇവിടെ. അല്ല എന്താ സംഭവം? കല്യാണം ആരെ കല്യാണം? അന്ന് സമ്മതിച്ചു. ഇന്ന് കല്യാണത്തിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അണ്ണു എല്ലാം പറഞ്ഞു നിന്റെ കല്യാണം നടത്താൻ ജോക്കി പറഞ്ഞെന്ന്. വെറുതെ പറയുന്നതായിരിക്കും പണ്ടത്തെ പോലെയൊക്കെ എപ്പോഴത്തെ. അല്ലെന്ന് സീരിയസ് ആയിട്ട്. എന്നാ പണ്ടൊക്കെ എനിക്ക് ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആഗ്രഹം കുറച്ച് കുറഞ്ഞ്. ഓ എങ്ങനെയും ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കണല്ലേ നീ. സിറ്റിയില് പുതിയ പെണ്ണുകൾ വന്നപ്പോ നിനക്ക് അലീനെ വേണ്ടല്ലേ? അങ്ങനല്ല. പിന്നെ എങ്ങനെ അണ്ണാ അങ്ങനെ വേണ്ട തുറപ്പാണാ? അണ്ണാ കെട്ടിക്കഴിയുമ്പോൾ ലോക്ക് ആവൂലേ? കുറച്ചുകൂടി നമുക്ക് നമ്മളെ പ്രസൻസ് കുറച്ചുകൂടി വൈഡ് ആക്കണ്ടേ സിറ്റിയില്? അണ്ണൻ കെട്ടണ കല്യാണം കാത്ത് വെളിയിൽ നിൽക്കുന്ന മനുഷ്യനോട് ഞാൻ എന്ത് പറയും ഇനി? കല്യാണം നടക്കൂലെന്ന് എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല ചന്ദ്ര. നീ തന്നെ സംസാരിക്കൂ. ഈ എപ്പിസോഡ് നിർത്തുവാണേ. അണ്ണാ ശരിക്കും പറഞ്ഞാണോ കല്യാണം നടത്തി തരാന്ന്? പിന്നെ തമാശ പറഞ്ഞോ? സംസാരിക്കാം. ഇപ്പൊ സംസാരിക്കണ്ട. നമ്മള് വാർ ആംബിയൻസ് നിൽക്കുമല്ലേ? ഓക്കെ അപ്പൊ കുറച്ച് കൽപ്പിടാം. നീ പോയി ഡ്രസ് മാറിട്ട് പെട്ടെന്ന് നമുക്ക് വാറ് കഴിഞ്ഞിട്ട് വന്ന് ജോക്കിയിട്ട് സംസാരിക്കാം. കഴിയുമ്പോട്ടെ വാറ് നിന്ന് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല. അതെന്താ? ഇവയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. എങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്? അങ്ങോട്ട്. ഇങ്ങോട്ടോ? ഓ നിന്നെ കാത്ത് ഇവിടെ എലി, നീ എന്തോ തിന്നാൻ മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ് എലി ഇവിടെ കാത്തിരിക്കുക. പിന്നെ പാതിരാത്രി ഒലക്ക് കിട്ടും. നോക്കിയതോ പറ അവിടത്ത് അട്ടം നോക്കി പോയിട്ട് ലൈക്ക് ആളുണ്ടെങ്കിൽ ഞാൻ അതില്ലെങ്കിൽ ഞാൻ കേറാം. അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ ഞാൻ ഇല്ലാതെ അണ്ണന് പറ്റത്തില്ലല്ലേ. അതൊക്കെയാണ് നമ്മളൊരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണം. ചോദിച്ചോ ചന്ദ്ര നീ വേണം, നീ ഇല്ലാതെ ഇത് മുന്നോട്ട് പോകത്തില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നീ വേണം. നീ ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. നീ വേണം. സാധാരണ പറയണല്ലോ. എനിക്ക് ഒറ്റക്കടി മേടിക്കാൻ വയ്യ. നമുക്ക് റെഡി ആയിട്ട് പോവാ. ലേറ്റ് ആക്കണോ? സിറ്റിയിലെ ഒരു ആർപി നടന്ന
സിറ്റിയിൽ ഒരു RP നടന്ന വാ തുറക്കാത്തവനാണേ. ഒരേ വാശി. ഞാൻ ഡ്യൂറബിലിറ്റി തീരുന്ന 2% ഒരു കണ്ണെടുത്ത് കൊടുത്തിട്ടുണ്ടേ. MRC ഹോൾഡ് ഓൺ ആയിരുന്നു. വാറല്ലോ പ്രീവാറാന്ന് ബോർഡിലോട്ട് ബോർഡിലോട്ട് ടേബിൾ നോക്ക് നേരെ നോക്ക്. ഞാൻ നിൽക്കുന്നു. മില്യൺസിന്റെ ബാറ്റ് ആയിരിക്കും. എന്റെ പേടിക്കൊന്നല്ല, ആ ബോളെല്ലാം പോക്കറ്റ് എന്ന് പറഞ്ഞ് മറ്റേ ഹോളിൽ കൂടെ പോകുന്നതാണ് പേടി. പൊന്നളിയാ ഇത് ബുക്കിംഗ് അല്ല. എന്താ ചോക്കി? ഇത് വാറും പ്രീവാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ചന്ദ്ര ഒരു ലൊക്കേഷൻ ഇട്ട് പെട്ടെന്ന് ഡ്രസ് മാറ്റി പാടാം. ജോഗി പോയിട്ട് വരാം. അനുഗ്രഹിക്കണം. പോയിട്ട് ജയിച്ചു. എടാ നമ്മളിപ്പോ എത്ര പേരുണ്ട്? 19-18 പേരുള്ളൂ. വാ നമുക്കത് നോക്കണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം ആൾക്കാരെ നോക്കണം. കൊണ്ടുപോകാൻ വാ. ഞാനൊരു കാര്യം പറയാം. ഈ കീ ഇല്ലാത്തവർക്ക് വണ്ടി എടുക്കാൻ പറ്റൂലേ? അത് ആലോചിച്ചോണേ. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഇത് ഏത് ഗ്യാങ് ആണ്? ഡെത്തെക്സ് ഏതാ? DRVയോ? ഡെത്തെക്സ് ഏതാ കേസ്? DRV ആണോ? DX അല്ല, DX ആണെന്ന് തോന്നുന്നല്ലേ? DX. ശരി. എടാ ഒരു മിനിറ്റ് എടുത്തോ. ഞാനും അത് എടുക്കാൻ വന്ന DX. ഓക്കെ മനസ്സിലായി. പുഷ്ടൊക്കെ മാറി തോന്നുന്നു. അല്ലല്ല, ഞാൻ പുസ്തകം ആക്കിയിട്ട് ഞങ്ങൾക്ക് പിടിച്ചേക്കുമായിരുന്നു. 20 അണ്ണ കളിക്കുന്നുണ്ടോ? എന്തൊരു അല്ല അണ്ണ സാറിന് കളിക്കാറില്ല ചോദിച്ചത്. പ്രീവാറേ കളിക്കോളാം, ഞാൻ വാറ കളിക്കാത്ത. ശരിയാണല്ലോ, പ്രീവാറാണല്ലോ. കറണ്ട് ഒരു 10 തവണ പോയി വന്നെണ്ണ. ഞാൻ അതുകൊണ്ട് സ്റ്റോൺ ഔട്ട് ആയിരിക്കും. പ്രീവാറാന്ന് മറന്നുപോയി. എടാ ബുള്ളറ്റിനകത്ത് വെച്ചിട്ടുണ്ടോ മന്ദാരം? ആണല്ലേ? മറ്റേ കോമഡി ഒന്നും അടിച്ചാലോ? എന്തിനാ 18,000 ബുള്ളറ്റ്? നമ്മളാകെ 35 മെമ്പേഴ്സ് അല്ലേ ഉള്ളു. ആൾക്ക് ഒരു ബുള്ളറ്റ് വെച്ച് പോരെയെന്ന്. ഇവിടെ ഇപ്പം 30 ഇതുവരെ പോയില്ല. 500 നമ്മളെത്ര? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. എടാ കണ്ണാപ്പിയും ബോബോയൊക്കെ പോയോടാ? ഇവരെല്ലാം പോയോ? ഇതാ പ്രശ്നം. നമ്മളെല്ലാം റെഡിയാണോ? അവന്മാര് വരുമോ? നമ്മള് വെറുതെ ബോബോയുണ്ട്.